നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ, എല്ലാവരും റെഡിയല്ലേ? ഒരു മാറ്റവും ഇല്ല. സൂര്യ ഞാൻ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അവസാനത്തെ യാത്രയല്ലേ. വാ. നമ്മളെ വിട്ടു പോകാൻ അവൾക്ക് മടിയാണല്ലോ. കാര്യം വല്ലതും പറഞ്ഞ്. ഇതാണോ കാര്യം? മോളെയൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. നാളെ രാവിലെ തന്നെ അവര് വരും. അതിനു മുമ്പ് അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം. അല്ല, അത് ഞാൻ ചെയ്തോളാം. എത്രയും പെട്ടെന്ന് ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അമ്മ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ആ, ഭഗവാൻ എല്ലാം നടത്തി തരുന്നേ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേന്ന് മോളെന്താ ചോദിക്കാത്തെ? എന്തിനാ ചോദിക്കുന്നെ? കഴിഞ്ഞ ദിവസത്തെ പോലെ ഏതേലും ഒരു വയസ്സൻ വരുന്നുണ്ടാവും മുത്തശ്ശി പറഞ്ഞിട്ട്. അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനല്ലേ. അങ്ങനെ ഒരു വയസ്സൻ ഇനി വരാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നെ നടതള്ളം തീരുമാനിച്ചതല്ലേ. അതിപ്പോ ആരുടെ കൂടെ ആയാലെന്താ? അങ്ങനെയൊന്നുമില്ല കുട്ടി. വിവാഹത്തിന് തിടുക്കം കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് നിനക്കും അറിയാം. ഉള്ളില് തീയ. നിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായി എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായാല് പ്രിയങ്കമോളുടെ ജീവിതം അതോടെ ഇല്ലാതാവും. നമ്മുടെ കുടുംബവും. യശോദേ, എന്തായി? ഇന്നും ഏതെങ്കിലും വയസ്സനാണോ വരുന്നേന്നാ ഇവള് ചോദിക്കുന്നേ. അതങ്ങ് ക്ഷമിച്ചു കളഞ്ഞേക്കാൻ അച്ഛൻ പറഞ്ഞതല്ലേ. ഇന്ന് വരുന്ന ആളെ കാണുമ്പോ മോള് ഞെട്ടും. മോക്ക് ഇതിനേക്കാൾ ചേർന്നൊരു ബന്ധം വരാനില്ല. മോളെ, പെൺകുട്ടികൾ വളർന്നു വലുതാകുമ്പോ കുറെ നാള് അവള് കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കാനും ലാളിക്കാനായിരിക്കും അച്ഛനമ്മമാരുടെ താല്പര്യം. പക്ഷെ അല്പം കൂടി കഴിയുമ്പോ മനസ്സിൽ വല്ലാത്തൊരു ആദ്യം അങ്ങ് കയറും. അതെപ്പോഴാ അവസാനിക്കുക? കതിർ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ കയ്യെ ഒരാളെ പിടിച്ച് ഏൽപ്പിക്കുമ്പോഴാ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. പ്രിയങ്കയെ സുരക്ഷിതമായ ഒരാളെ ഏൽപ്പിച്ചതുപോലെ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും നോക്കി അച്ഛനും അമ്മയ്ക്കും മനസ്സമാധാനത്തോടെ ഇരിക്കാം. അച്ഛൻ പറഞ്ഞ മോക്ക് മനസ്സിലായോ? എന്താ ദേവ ഒരു ഉപദേശമൊക്കെ? ഇവള് വല്ല ബുദ്ധിമുട്ടും പറഞ്ഞോ? ഇല്ല അമ്മേ, ഉപദേശമൊന്നുമല്ല. ഞാൻ മോളോട് ചില കാര്യങ്ങളൊക്കെ പറയായിരുന്നു. വരുന്നവര് കൊള്ളാവുന്ന കുടുംബക്കാരാ. കഴിഞ്ഞ ദിവസം എന്തോ സംഭവിച്ചു പോയി എന്ന് കരുതിയിട്ട് അവരോട് മര്യാദയില്ലാതെ പെരുമാറരുതെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അമ്മേ, ഈ ഒരു അവസ്ഥയിലെങ്കിലും അമ്മയ്ക്ക് ഇവളെ കുറ്റപ്പെടുത്താതിരുന്നൂടെ? ഇത് കുടുംബത്തിലെ ഒരു നല്ല കാര്യമായിട്ട് അമ്മയ്ക്ക് കാണാലോ. ഓ, നല്ല കാര്യം. ആ, ഇറക്കി വിടാനാണെന്ന് ആലോചിക്കുമ്പോ അങ്ങനെയും കരുതാം. മോളെ, മുത്തശ്ശിയുടെ പെരുമാറ്റത്തിൽ മോക്ക് വിഷമം തോന്നണ്ട. എന്തോ മുത്തശ്ശിയുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുക. ആയിക്കോട്ടെ, അച്ഛനും അമ്മയും മോളുടെ കൂടെ ഉണ്ടല്ലോ. എന്നാലും ദൈവേട്ടൻ അമ്മയോടൊന്ന് പറഞ്ഞേക്ക്. വരുന്നവര് അമ്മയുടെ മുഷിഞ്ഞ മുഖം കാണണ്ട. ഞാനിന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. മതി അമ്മേ, അധികം ഒന്നും ഒരുക്കേണ്ട ആവശ്യമില്ല. എന്റെ ഒരു തൃപ്തിക്ക്
ഒന്നും ചെയ്തില്ലെങ്കിലും എന്റെ മോള് സുന്ദരിയാ. അല്ല എടാ, അവർക്ക് പുറകെ നമ്മളും ചെല്ലുന്നുണ്ടെന്ന് നീ വരുണിനോട് പറഞ്ഞോ? പറയണ്ടെന്നല്ലേ പറഞ്ഞേ? പറയണോ? അല്ല, ഏതു നേരവും നീ വരുണിന്റെ പിന്നാലെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ഞാൻ കുറെ കാലമായിട്ട് ഇവിടുത്തെ ചോറ് തിന്നോണ്ടിരിക്കുകയല്ലേ. ആരൊക്കെ പറയുന്നത് അനുസരിക്കണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. മതി മതി, നീ കിടന്ന് ചാടണ്ട. ആ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ, എല്ലാവരും റെഡിയല്ലേ? ഒരു മാറ്റവും ഇല്ല. സൂര്യയെ ഞാൻ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അവസാനത്തെ യാത്രയല്ലേ. വാ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഓ, സന്തോഷായിട്ട് പോയിട്ട് വാ മോളെ പ്രിയങ്കേ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞുവിടുന്നത്. സങ്കടപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ എല്ലാവർക്കും എളുപ്പമാണ്. നമ്മുടെ മുമ്പിലുള്ള സന്തോഷങ്ങൾ തെരഞ്ഞു പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നല്ല മനസ്സോടെ സമീപിച്ചാൽ എല്ലാം സന്തോഷമാവുകയുള്ളൂ. എടാ, പ്രിയങ്ക മോളെ നല്ലവണ്ണം നോക്കിക്കോണം. കൃത്യമായിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം. അക്കാര്യത്തിൽ എന്തായാലും ഞാൻ ഗ്യാരണ്ടി തരാം. എടാ, ഞങ്ങളെ ഇറങ്ങി വെക്കുക. ശരിയടാ. ഇറങ്ങിക്കോ, നേരം കളയണ്ട. ഇറങ്ങുവാ മുത്തശ്ശി. ആ പോട്ടെ. ശരി. അല്ല, നമ്മൾ എപ്പോഴാ പുറപ്പെടുന്നേ? തിടുക്കം വേണ്ട, അവര് കുറച്ചു ദൂരം പോട്ടെ, എന്നിട്ട് നിങ്ങൾ പുറപ്പെട്ടാ മതി. പറഞ്ഞു വിട്ട സ്ഥലത്തേക്ക് തന്നെ രണ്ടുപേരും എത്തിയാ മതിയായിരുന്നു. അതൊക്കെ അവരെത്തിക്കോളും. ഈ യാത്രയോടെ കൽപ്പനയുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കിട്ടും. അത് മതി. ഈ യാത്രയുടെ ഉദ്ദേശങ്ങളെല്ലാം നടന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.